പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. നിത്യജീവന്റെ പാത. തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളും തൻ്റെ ജീവിതത്തിലെ ചില രോഗപീഠകളും തൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളും പല മനുഷ്യരെയും ദൈവത്തിലേക്ക് തിരിക്കുവാനും ദൈവോന്മുഖരാക്കുവാനും ഇടയായിട്ടുണ്ട്. ഇപ്രകാരം തൻ്റെ ജീവിതത്തിലെ ജന്മനാ ഉണ്ടായിരുന്ന കാലിൻ്റെ വൈകല്യം, അതുകൂടാതെ ആ കാലിൽ തന്നെ ഉണ്ടായ മുറിവ് അതൊരു മാറാരോഗമാണെന്ന ധാരണ, അതോടൊപ്പം തന്നെ ജീവിതത്തിലുണ്ടായ ചില തകർച്ചകൾ, ഈ അവസരത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായി ഒരു ധ്യാനത്തിലൂടെ സാധിച്ച കാഞ്ഞിരപ്പള്ളിക്കാരൻ ജോയ് ചേട്ടൻ, അദ്ദേഹം യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം താൻ അനേക മനുഷ്യരിലേക്ക് തിരിഞ്ഞു, തന്നെപ്പോലെ വേദനിക്കുന്നവരെ തിരക്കി. അതിലെ പ്രത്യേകിച്ച് മദ്യപാനികളായിട്ടുള്ളവർ, മാനസിക രോഗികളായിട്ടുള്ളവർ, മദ്യപാനം മൂലം തന്നെ മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള അനേക മനുഷ്യരിലേക്ക് തിരിയുവാനും തൻ്റെ ജില്ല വിട്ട് തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും അപ്രകാരമുള്ളവരെ അന്വേഷിച്ചിറങ്ങി അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് സാന്ത്വനമായി സ്നേഹത്തിൻ്റെ തലോടലായി അവരെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് പുതിയ ജീവിതത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്ന ജോയ് ചേട്ടൻ തമ്പലക്കാട് ആശ്രമത്തിലെ ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിലൂടെ ധാരാളം കാര്യങ്ങൾ ഇപ്രകാരം നടക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങാം. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് തമ്പലക്കാട് പെനുവേൽ എമ്മാനുവേൽ എന്ന ഒരു ആശ്രമമുണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ വെച്ചുക്കരോട്ട് എന്ന കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആത്മാക്കൾക്ക് സൗഖ്യമേകുന്ന പ്രേഷിത പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകമായി മാനസിക രോഗികളെയും മദ്യപാനികളെയും ലക്ഷ്യം വെച്ചുള്ള ശുശ്രൂഷകളാണ് പ്രധാനം. ശാരീരികമായി ബലഹീനനെങ്കിലും തികഞ്ഞ ആത്മബലത്തോടെ വെച്ചുക്കരോട്ട് അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് പ്രേഷിത പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. ജോയ് പൊയ്കമൊക്കിൽ എന്ന ജോയ് ചേട്ടൻ തൻ്റെ ജീവിതം അച്ഛനോടൊപ്പം ദുർബലമാനസരായ അനവധി ആത്മാക്കളുടെ രക്ഷയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഭൗതിക വഴികളിലൂടെ ആത്മീയതയുടെ പൊരുൾ തേടി അലഞ്ഞ പതിറ്റാണ്ടുകൾ പിന്നിട്ട് നവീകരണത്തിൻ്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവമിടം നൽകിയപ്പോൾ ജോയ് ചേട്ടൻ്റെ ജീവിതം സാർത്ഥകമായ കഥയാണ് ഈ ജീവിതം പറയുന്നത്. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ചിറക്കടവിൽ കുടുംബസമേതം താമസിക്കുന്ന വികലാംഗനായ ജോയ് ചേട്ടൻ തൻ്റെ ജീവിതം ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും സുസ്മേരവദനനായി ദൈവിക പദ്ധതികളുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തുതി പാടുന്നു. ഈ കുടുംബം മുഴുവനും ഒരേ മനസ്സോടെ അദ്ദേഹത്തോടൊപ്പമായിരിക്കുന്നു. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം പിതാവിനെ പിന്തുടർന്ന് ബേക്കറി തൊഴിലിൽ ഏർപ്പെട്ട അദ്ദേഹം ഏറെക്കാലം ആ മേഖലയിൽ തുടർന്നു. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഒരു വൈദികനാകാനുള്ള ഒരു അദമ്യമായ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി AK സ്കൂളിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പളായി കടന്നു വന്ന ഫാദർ മഞ്ചിൽ SJ അച്ഛൻ്റെ ഒരു കൂട്ടുകെട്ടും പ്രേരണയുമാണ് തന്നെ. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 10-28 കോൺഗ്രിഗേഷന് ഞാൻ എഴുത്തയച്ചു, എന്നെ ഒരു വൈദികനാക്കാമെന്ന് ചോദിച്ചു. അമ്മയില്ലാത്ത ദുഃഖം, ദാരിദ്ര്യത്തിൻ്റെ ദുഃഖം, വികലാംഗനായതിൻ്റെ ദുഃഖം. അപ്പോൾ അവിടെ നിന്നെല്ലാം കിട്ടിയ മറുപടി, മുടന്തനെ ഒരിക്കലും കത്തോലിക്കാ സഭയിൽ വൈദികനാക്കാൻ പറ്റില്ല. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പഠിക്കാനുള്ളൊരു ഉപാധി കണ്ടില്ല, ഒരു വഴിയും കണ്ടില്ല. അപ്പോൾ ആദ്യമായി ചെയ്ത് സമയം കളയാൻ വേണ്ടി വീട്ടിലെ കുടുംബ തൊഴിലാണ് ബേക്കറി ജോലി. ബേക്കറി ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാലയിൽ പോയി മെമ്പർഷിപ്പ് എടുത്ത് ആദ്യമായി ഇടത്തെ കൈകൊണ്ട് ആ ഷെൽഫിൽ നിന്നൊരു പുസ്തകം വലിച്ചെടുത്തത് ശ്രീമാൻ പുൻകുന്നം വർക്കി എഴുതിയ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന പുസ്തകമാണ്. അത് വായിച്ചപ്പോൾ തോന്നി കത്തോലിക്കാ സഭയിലെ പുരോഹിതരൊന്നും ശരിയല്ല. രണ്ടാമതെടുത്തത് അയ്യനേത്ത് എഴുതിയ തിരുശേഷിപ്പെന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ കന്യാസ്ത്രീ ജീവിതമെന്ന് പറയുന്ന ഒരുതരം നിരന്തരമായ പീഡനമാണെന്നുള്ള ആ വ്യാഖ്യാനവും മനസ്സിൽ തറച്ചു. മൂന്നാമതെടുത്ത് A.T. കോവറിൻ്റെ പുസ്തകങ്ങളായിരുന്നു. അതിനുശേഷം പഠിച്ചത് നക്സൽ വർഗീസിൻ്റെ പുസ്തകങ്ങൾ, പിന്നീട് പഠിച്ചത് കാർൽ മാർക്സിൻ്റെ ക്യാപിറ്റൽ, പിന്നീട് ഏംഗൽസ്, ടോൾസ്റ്റോയി, ഇങ്ങനെ കുറേ വായിച്ച് നാളുകൾ പോയി. രാത്രി 10 മണിക്ക് 2 രൂപ വിലയുള്ള ഒരു മെഴുകുതിരി 1966-70 കാലഘട്ടങ്ങളിൽ കത്തിച്ചു വെച്ചാൽ ആ മെഴുകുതിരി തീരുന്നത് വരെയും പുസ്തകം വായിച്ച് കഴിഞ്ഞിട്ടാണ് കിടക്കുക. അങ്ങനെ വായിച്ചു തള്ളിയ നാളുകളിൽ ക്രിസ്തുവും നബിയും കൃഷ്ണനും നല്ല 3 മനുഷ്യർ അങ്ങനെ കണ്ടെത്തി. ഇവരെക്കാട്ടിൽ കൂടുതൽ മനുഷ്യരോട് സ്നേഹവും താല്പര്യമുള്ള ആൾ കാർൽ മാർക്സ് ആണെന്ന് തോന്നി. ഇല്ലാത്തവനുള്ളവനിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തു. ഏറെ ബൗദ്ധിക പാരമ്പര്യം അവകാശപ്പെടുന്ന സാംസ്കാരിക കേരളത്തിൻ്റെ ആത്മീയ ദാരിദ്ര്യം വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ജോയ് ചേട്ടൻ അഭിമുഖീകരിച്ചത്.
കലാസാഹിത്യ രംഗങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ സമൂഹം പലപ്പോഴും ശ്രദ്ധയൂന്നുന്നത് പൊള്ളയായ ഭൗതിക നേട്ടങ്ങളിലും ക്ഷണികമായ വർണ്ണഘോഷങ്ങളിലും മാത്രമാണ്. ചുവപ്പിൻ്റെ തീഷ്ണതയും യുവത്വത്തിൻ്റെ ആവേശവുമെല്ലാം സങ്കീർണങ്ങളായ തത്വശാസ്ത്രങ്ങളുടെയും ഭൗമികമായ സമവാക്യങ്ങളുടെയും പിൻബലത്തിൽ ആക്രമത്തിനും തൽക്കാല കാര്യലാഭങ്ങൾക്കും വിനിയോഗിക്കുന്ന പൈശാചിക തന്ത്രങ്ങളുടെ കേളീരംഗമാണ് ഇന്ന് നമ്മുടെ നാട്. വാക്കുകളുടെയും സിദ്ധാന്തങ്ങളുടെയും സങ്കീർണതകൾക്ക് പിന്നിൽ നിഗൂഢമായ എന്തോ നിധി മറഞ്ഞിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണയിൽ മുങ്ങിയിരിക്കുന്ന നമ്മുടെ യുവത്വത്തിനു മുൻപിൽ ആത്മീയ ലാളിത്യത്തെ തിരിച്ചറിഞ്ഞ ജോയിച്ചേട്ടൻ ഒരു ദീപസ്തംഭമാണ്. ഇരുട്ടിലും നിഗൂഢതയിലുമല്ല, പ്രകാശത്തിലും നിസ്സാരതയിലുമാണ് പലപ്പോഴും സത്യം കുടികൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യത്തെ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സഭാപ്രസംഗകൻ 2:11. ഏറെ അറിവുകൾ നേടി, അഥവാ സത്യത്തെ കണ്ടെത്തി എന്ന ബോധ്യത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവുകളിലേക്കെത്താൻ ജോയിച്ചേട്ടൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. തനിക്കുണ്ടായ ഒരാരോഗ്യ പ്രശ്നത്തെ വലിയ ഒരു തിരിച്ചറിവാക്കി മാറ്റിയ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തെക്കുറിച്ച് ജോയിച്ചേട്ടൻ വർണ്ണിക്കുമ്പോൾ ഒരു മഹത്തായ ദൈവിക പദ്ധതിയുടെ വെളിപ്പെടുത്തലാണ് അത്. കാലത്തിൻ്റെ പൂർണ്ണതയിൽ വിവാഹം കഴിച്ചു. തമ്പുരാൻ്റെ കരുണയിൽ 3 കുട്ടികളായി. അങ്ങനെ എരുമേലി പ്രദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന കാലത്താണ് പോളിയോ വന്ന് 5ാമത്തെ വയസ്സിൽ തളർന്നുപോയ വലതുകാലിൻ്റെ കാൽപ്പത്തിയിൽ ഒരു മുറിവ് പ്രത്യക്ഷപ്പെടുക. 4 വർഷക്കാലം ആ മുറിവുമായി കാഞ്ഞിരപ്പള്ളി എരുമേലിയിലുള്ള എല്ലാ ക്ലിനിക്കുകൾ, കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെയൊക്കെ നടന്നു. പക്ഷെ മുറിവ് കരിയുന്നില്ല. മൂത്ത മകൾ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ 2nd ഇയർ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് കാലിന് അതികഠിനമായ വേദനയായി ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാകുക. അപ്പോൾ അവളുടെ നിർബന്ധം കൊണ്ട് അവൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കാലിൽ ഇത് ക്യാൻസറാണ്, ഇനി വെച്ചുകൊണ്ടിരുന്നാൽ അത് ദോഷമാണ്, അതുകൊണ്ട് ഈ കാലങ്ങ് മുറിക്കുന്നതായിരിക്കും നല്ലത്. ആ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കാണ്. പുഷ്പഗിരി ആശുപത്രിയിലെ ചീഫ് സർജൻ YP എബ്രാഹിമിൻ്റെ ഓപ്പറേഷൻ ടേബിളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നോ നെവർ. അപ്പോൾ അദ്ദേഹം വൈ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരു രീതിയിൽ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവർക്ക് രോഗം വരാറില്ലേ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും മാരകമായ രോഗം എൻ്റെ തമ്പുരാൻ എനിക്ക് വരില്ല എന്ന്. തിരിച്ച് വീട്ടിലെത്തി 60 ഗുളിക എനിക്ക് തന്നു വിട്ടു, എൻ്റെ രക്തഓട്ടം ക്രമേണ ഭംഗിയാകാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതം മുഴുവൻ ഞാനൊന്നും മറക്കാൻ പറ്റാത്ത 3 മക്കൾ, അഡ്വാൻസ് കൊടുത്ത ഒരു വാടക കെട്ടിടത്തിലെ ബേക്കറി, ഏറെയൊന്നും അറിയത്തില്ലെങ്കിലും അധ്വാനിക്കാൻ മാത്രം മനസ്സുള്ള ഒരു ഭാര്യ. അന്ന് വീട്ടിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. മണിപ്പുഴ പള്ളിയിൽ ജോയി ജെ ചിറ്റൂരച്ചൻ നടത്തുന്ന ധ്യാനകേന്ദ്രത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ മകൻ സോജനും എൻ്റെ മകൾ സോണിയാമ്മയും കൂടെ പോയി ധ്യാനം കൂടിയിട്ട് കൊണ്ടുവന്ന രക്ഷയുടെ സന്ദേശം അതെടുത്ത് എൻ്റെ ഭാര്യൻ്റെ ഈ തന്നു. ഇത് വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തമ്പുരാൻ്റെ മുമ്പിൽ ചോദിച്ചതന്നേ ഉള്ളൂ, 3 വർഷം എൻ്റെ കാല് മുറിക്കാതിരിക്കണം. അപ്പോഴാണ് എൻ്റെ ഭാര്യ പറയുക, ഡിവൈനിൽ ഇങ്ങനെ ധ്യാനം നടക്കുന്നുണ്ട്, പോട്ടെ ധ്യാനം നടക്കുന്നു, നിങ്ങൾക്കൊന്ന് പോകാൻ പാടില്ലേ? ഞാൻ പറഞ്ഞു, കത്തോലിക്കൻ കൈകൊട്ടുമോ? കത്തോലിക്കൻ പാട്ട് പാടുമോ? കത്തോലിക്കൻ കുർബാന കണ്ടാൽ പോരെ? ഒരു ഞായറാഴ്ച പോലും കുർബാന മുടക്കാത്ത മനുഷ്യൻ, ഒരു സന്ധ്യയ്ക്ക് പോലും കുരിശ് വരെ മുടക്കാത്ത മനുഷ്യൻ, എല്ലാ നോയമ്പുകളും എടുക്കുന്ന മനുഷ്യൻ. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ തളർവാദ രോഗികൾ ക്രിസ്തു കണ്ട പാപം എന്നിലുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയായിരുന്നു. വിശ്വാസമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം വിശ്വസിച്ച കാഞ്ഞിരപ്പള്ളിക്കാരനായ ഒരു കത്തോലിക്കൻ. ആ കാര്യത്തിൽ ഞാൻ അഭിമാനിച്ചു. എൻ്റെ ഉള്ളിൽ അഹങ്കാരവും ഉണ്ടായിരുന്നു. ഒരു സാധാരണ വിശ്വാസിയുടെ ആത്മീയ കാഴ്ചപ്പാടുകളും പ്രാർത്ഥനാ രീതികളും പലപ്പോഴും പക്വമായിക്കൊള്ളണമെന്നില്ല. ദൈവിക ഇടപെടലുകളെയും പദ്ധതികളെയും ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ ഒരാൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് നവീകരണ അനുഭവം ജോയിച്ചേട്ടനിൽ വലിയ മാറ്റം വരുത്താനിടയായത്. തൻ്റെ പാപാവസ്ഥയെയും അനാരോഗ്യത്തെയും മറ്റെല്ലാ പ്രതിസന്ധികളെയും അതിലംഘിക്കുന്ന ദൈവകൃപയുടെ പ്രവാഹം തന്നെ ജോയിച്ചേട്ടൻ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു. താൻ ആർജിച്ച അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പാഠങ്ങളുടെ മീതെ കയറി നിന്ന് പരമമായ സത്യത്തെ ദർശിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞപ്പോൾ ആ തിരിച്ചറിവിനെ തൻ്റെ ചുറ്റുമുള്ളവർക്ക് മുന്നിൽ പ്രഘോഷിക്കുവാനും അദ്ദേഹം നിശ്ചയിക്കുകയാണുണ്ടായത്. യഥാർത്ഥ കുമ്പസാരം, യഥാർത്ഥ കുർബാന, യഥാർത്ഥ സന്ധ്യാപ്രാർത്ഥന എന്തെന്നറിയാതെ കടന്നുപോയ നാളുകളിലാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് 1992 നവംബർ മാസത്തിൽ 21-ാം തീയതി ഞാൻ അവിടെ കടന്നു ചെല്ലുക. പ്രസംഗത്തിൽ പനക്കലച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സമർപ്പണം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ചോദിയില്ല. ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വസിക്കുന്ന കത്തോലിക്കനായി എനിക്ക് ഇറച്ചിയില്ലാത്തത് ഞായറാഴ്ചയായി തോന്നിയില്ല. പള്ളിയിൽ പോക്കല്ല ഞായറാഴ്ച ഇറച്ചി കൂട്ടി ഭക്ഷണം കഴിക്കുന്നത്. മീനില്ലാത്ത രുചികരമായൊരു ഭക്ഷണം തോന്നിയില്ല. എൻ്റെ ജീവിതത്തിലെ ആ രഹസ്യ സുഖങ്ങളിലുള്ളതെല്ലാം ഞാൻ എൻ്റെ തമ്പുരാൻ്റെ തിരുമുമ്പിൽ ഏൽപ്പിച്ച് എന്നെ പൂർണ്ണമായി കൊടുത്തു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം ഓർത്ത്, രോഗശാന്തി ചോദിക്കരുത്, ഒന്നും ചോദിക്കരുത്, പരിശുദ്ധാത്മാവിനെ മാത്രം ചോദിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തമ്പുരാനോട് ചോദിച്ചു. ധ്യാനം കഴിഞ്ഞ് ശനിയാഴ്ച ഇറങ്ങുമ്പോൾ എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയിരുന്നു. ഞാനും കയറി ചെന്നു. പനക്കലച്ചൻ 2 കാര്യം എന്നോട് പറഞ്ഞു. മോനെ, നീ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം തുടരെ വായിക്കുക. സങ്കീർത്തനം 18 നീ വായിക്കുക. 18-ാം സങ്കീർത്തനത്തിൻ്റെ 34-ാം വാക്യം ഇതാണ്: അവൻ്റെ വാത്സല്യം എന്നെ വലിയവനാക്കി ഉയർത്തി. ഞാൻ പഠിച്ച സങ്കീർത്തനം അതുപോലെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വെട്ടിയൊരുക്കുന്നു. ഈ രണ്ടും എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ അനുഭവിക്കുന്നു. ഈ 18-ാമത്തെ വർഷത്തിലും ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ 2 വേദഭാഗങ്ങൾ എനിക്ക് ബലം നൽകുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ കാലിലെ മുറിവ് കരിഞ്ഞിട്ടില്ല, വെള്ളമൊഴുക്ക് നിന്നു, വേദന നിന്നു. പക്ഷേ എൻ്റെ ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ കാല് സുഖമായില്ലേ, നിങ്ങൾ വലിയ കൊടും പാവിയാണോ? അതെ, ഞാൻ കൊടും പാവിയാണ്, പക്ഷേ പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വർദ്ധിക്കും. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ കാലിൽ വേദനയില്ല, മുറിവില്ല, കാല് നന്നായി സുഖപ്പെട്ടിരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ നാമാൻ്റെ ശരീരം കുഷ്ഠരോഗം പൊതിഞ്ഞ ആ ബ്രൗൺ നിറത്തിലുള്ള തൊക്കുകൊണ്ട് എൻ്റെ കാല് പൊതിഞ്ഞിരിക്കുന്നതായിട്ട് കർത്താവ് അന്ന് എന്നെ കാണിച്ചു തന്നു. ഇന്നോളം ആ കാലിന് മറ്റൊരു രോഗം വരാതെ ഇന്നോളം നടക്കുന്നു. വീട്ടിൽ ജോലി ചെയ്തു, ഉപവസിച്ചു, പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിച്ചു, രാത്രികാലങ്ങളിൽ നിന്ന് വചനം വായിച്ചു പഠിച്ചു. അങ്ങനെ മുന്നോട്ട് വന്ന് 3-ാമത്തെ വർഷത്തിൽ ആദ്യമായി കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകനായ മാർട്ടിൻ എന്ന് പറയുന്ന ആൾ എന്നെ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ജോയിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളിനെയാണ് മധ്യസ്ഥ ഗ്രൂപ്പിനെ ബലപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. താങ്കളാണ്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പാറവളയച്ചനാണ് ഇവിടുത്തെ വികാരിയച്ചൻ. അങ്ങനെ ആദ്യമായി സുവിശേഷ പ്രസംഗവുമായി പൊടിമറ്റം ധ്യാന കേന്ദ്രത്തിൽ കയറി നിന്ന് വചനം പറഞ്ഞു. നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള പ്രഘോഷണ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചു. പലപ്പോഴും പ്രവൃത്തി കൊണ്ട് സാധൂകരിക്കപ്പെടാത്ത വിശ്വാസത്തിലൂടെ വരണ്ട ആത്മീയതയുടെ വക്താക്കളായി മാറുന്ന വിശ്വാസി സമൂഹങ്ങൾക്ക് മുന്നിൽ തൻ്റെ നിഷ്കളങ്കമായ തിരിച്ചറിവുകളെ ഇദ്ദേഹം നിരത്തിവെക്കുന്നുണ്ട്. മദ്യപാനികൾക്കും മാനസിക രോഗികൾക്കും വേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ മുന്നിട്ടിറങ്ങാൻ സന്നദ്ധനായ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ വെച്ചൂക്കരോട്ട് എന്ന നിയോഗിത പ്രേക്ഷിതനെ കണ്ടുമുട്ടുക ഒരനിവാര്യത തന്നെയായിരുന്നു. വളരെ മുമ്പേ തൻ്റെ പദ്ധതിയിൽ ദൈവം കൂട്ടിച്ചേർത്ത ഈ പ്രിയ പ്രേക്ഷിതരെ കാലം അതിൻ്റെ പൂർണ്ണതയിൽ യോജിപ്പിച്ചു. എൻ്റെ വികാരിയായ മണിപ്പുഴപ്പള്ളിയിലെ കൊല്ലംകുന്നേലച്ചൻ എന്നെ തമ്പലക്കാട് ആദ്യമായി വചനം പറയാനായിട്ട് പറഞ്ഞു വിട്ടു. 28 മദ്യപാനികൾ ധ്യാനം കൂടുന്നിടത്ത് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് വെച്ചുകട്ടച്ചൻ ഇങ്ങനെ നോങ്ങിയിരുന്നു. പേരെന്താ ചോദിച്ചു. ജോയിന്ന. എവിടാ വീട്? അത് മണിപ്പുഴയാണ്. കൊല്ലംകുന്നേലച്ചനാണ് പറഞ്ഞു വിട്ടു. ഓക്കെ. 3 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് കൽത്തൊട്ടിപ്പള്ളിയിൽ ഒരു ധ്യാനമുണ്ട്, എന്നെ സഹായിക്കാൻ വരാമോ? അന്ന് കൊല്ലംകുന്നേലച്ചൻ എന്നെ പള്ളിയിലേക്ക് വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു. കത്തോലിക്ക സഭയ്ക്ക് അനുയോജ്യമായ പ്രബോധനങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ഒന്ന് ജോയിച്ചേട്ടൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. സഭയോട് ചേർന്നുള്ളൊരു ശുശ്രൂഷ മാത്രമേ ചെയ്യാവുള്ളൂ. വിശുദ്ധ കുർബാന, പരിശുദ്ധയമ്മ, വിശുദ്ധരുടെ മധ്യസ്ഥ, ഇതില്ലാത്തൊരു ശുശ്രൂഷ ചെയ്യരുത്. ഇല്ല ചായ എന്ന് പറഞ്ഞ് അന്ന് വിശുദ്ധരട്ടച്ചനുമായിട്ട് കൽത്തൊട്ടിപ്പള്ളിക്ക് അടുത്തുള്ള കോൺവെൻറ്റിൽ രാത്രിയിൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, എൻ്റെ ടീമിൽ ചേർന്ന് ശുശ്രൂഷ ചെയ്യാമോ? ചെയ്യാച്ച. എനിക്ക് പങ്കുവെക്കാൻ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ, മതിയച്ചാ എനിക്ക്. ഇന്നോളം അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. 10 തൊട്ട് 17 തീയതികളിൽ മദ്യപാനികൾക്ക് വേണ്ടി ആദ്യ വെള്ളിയാഴ്ച തുടങ്ങി ഞായറാഴ്ച തീരുന്ന കുടുംബ വിശുദ്ധീകരണ ധ്യാനത്തിന്, എല്ലാ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തുടങ്ങി തിങ്കളാഴ്ച തീരുന്ന യുവജനങ്ങളുടെ ധ്യാനത്തിൽ, പിന്നെ മറ്റ് ഇടവകളുടെ കൺവെൻഷനിൽ ഇന്നോളം അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. പെനുവേൽ എമ്മാനുവേൽ ആശ്രമത്തിലൂടെയും പ്രത്യേകിച്ച് വ്യക്തിപരമായും ജോയിച്ചേട്ടൻ മദ്യപാനികൾക്കു വേണ്ടി ഏറെ പ്രവർത്തിക്കുന്നു. മദ്യപാനം കൊണ്ട് തകർന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു തകർന്ന ഹൃദയമുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ജീവിതവ്യഥകൾ മാനസിക ദൗർബല്യങ്ങളായി മാറി അടിമത്തങ്ങളുടെ ഗർത്തത്തിൽ നിബന്ധിച്ചവരായ ഒട്ടനവധി പേരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കയറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ചാരിതാർത്ഥ്യവും ഈ മുഖത്ത് സ്പഷ്ടം. സ്നേഹത്തിൻ്റെ ഒരു തലോടൽ കൊണ്ട് സുഖപ്പെടുത്താനാവാത്ത മാനസിക ബന്ധനങ്ങളില്ലെന്ന തിരിച്ചറിവ് തന്നെയാണ് ഇദ്ദേഹത്തെ മാനസിക രോഗികളുടെയും മദ്യപാനികളുടെയും രക്ഷകനാക്കി മാറ്റിയിരിക്കുന്നത്.
ഈ എളിയവന് ചെയ്തപ്പോഴൊക്കെയും നിങ്ങൾ എനിക്കാണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. യോഹന്നാൻ പറയുന്നു, ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാൻ, ഒരു മാനസിക രോഗിയെ കൂടെ ഇരുത്താൻ, അവനെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാൻ, ഭയപ്പെടാതെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാ നിന്നെ ഞാൻ ഒരിടത്ത് കൊണ്ടാക്കാമെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ മാത്രമേ ഉള്ളൂ. അതുപോലെ ലോകം വെറുക്കുന്ന ഒരു മേഖലയാണ് മദ്യപാനി എന്ന് പറയുന്നത്. പക്ഷേ അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കാൻ തിരുവനന്തപുരത്ത് കുന്നുകുഴി കോളനിയിൽ ഒരിക്കൽ ഞാൻ കടന്നു ചെന്നു. അവിടെ വെച്ച് ഒരു മദ്യപാനിയായൊരു മനുഷ്യൻ വീട്ടിലെ എല്ലാം അടിച്ച് തകർത്ത് വളഞ്ഞ കത്തിയുമായി ഭാര്യയുടെ പുറത്ത് ചവിട്ടി നിൽക്കുകയാണ് അവളെ കൊല്ലാൻ. അവിടേക്കാണ് ഞാൻ കടന്നു ചെല്ലുക. ഞാൻ ഉടനെ ചോദിച്ചുള്ളൂ, നീ എന്താണ് മോനെ കാണിക്കുന്നേ? അപ്പോൾ അവൻ എന്നെ ഒന്ന് നോക്കി വീണ്ടും ചോദിച്ചു, നീ എന്താടാ മോനെ കാണിക്കുന്നേ? അവൻ എന്നെ ഇങ്ങോട്ടൊരു മറു ചോദ്യം ചോദിച്ചു, നീക്ക് എന്നപ്പാ കൂപ്പിട്ടത്? ഇപ്പടി ആരാവത് എന്നെ കൂപ്പിടലേ ഇല്ലേ? ഞാൻ അവനോട് ചോദിച്ചു. അവൻ കത്തി തന്നു. കെട്ടിപ്പിടിച്ച് വിയർപ്പും അവൻ്റെ ആ മദ്യത്തിൻ്റെ ദുർഗന്ധവും സുഗന്ധമുറുക്കാൻ്റെ തുപ്പലും എല്ലാം ഉള്ള ആ മുഖത്ത് 2 കവിളത്ത് ഞാൻ ചുംബനം കൊടുത്ത് അവനെ ഞാൻ പിടിച്ചിറക്കി അവിടുത്തെ പ്രയർ ഗ്രൂപ്പിൻ്റെ ലീഡറെ ഏൽപ്പിച്ചിട്ട് അവർ ധ്യാനത്തിന് പോവുകയും ആ ചെറുപ്പക്കാരൻ, അവൻ വാടക കൊലയാളിയാണ്, എന്തുമാകട്ടെ, അവൻ നല്ലൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഒന്ന് മനസ്സിലായി, മദ്യപാനിയുടെ ഉള്ളിൽ മുറിഞ്ഞ ഒരു ഹൃദയമുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട്, യോജിച്ചേട്ടൻ എങ്ങനെ ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുക? ഭിക്ഷക്കാരെ കണ്ടാലും മാനസിക രോഗിയെ കണ്ടാലും മദ്യപാനിയെ കണ്ടാലും ചിലപ്പോൾ 10-ാം തീയതി വൈകിട്ട് അവർ ധ്യാനം കൂടാൻ വരും. ചിലപ്പം ഒരു 10-70 പേര് നേരത്തെ എടുത്തും, ബാക്കിയുള്ളവർ എറണാകുളത്തു നിന്നാണ് എത്തുക. പക്ഷേ അവർ വരുന്നതിന് അവരോടൊക്കെ ചോദിക്കുമ്പോൾ ചിലരൊക്കെ പറയും, ചിലർക്കും തീപ്പെട്ടിയില്ലോടൂ, താൻ പിന്നെ എന്തും കൊണ്ടാണ് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും അവരോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം, അവരിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പഠിപ്പിച്ച കത്തോലിക്ക സഭയാണ് ആദ്യം പഠിപ്പിച്ച് തൻ്റെ സഹോദരനുള്ള ക്രിസ്തുവിനെ കണ്ടിട്ട് ആ ക്രിസ്തുവിന് സ്തുതി കൊടുക്കാൻ പഠിപ്പിച്ച കത്തോലിക്ക സഭയിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ മേഖല ശുശ്രൂഷയിൽ ചുവട്ടച്ചൻ പറയാറുണ്ട്, നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് പേര് എത്രയേറെ മദ്യപാനികൾക്ക് വേണ്ടി ധ്യാനം നടത്തുന്നു, അതിലേറെ പേര് മദ്യത്തിലേക്ക് വീണ്ടും പോകുന്നു. മാനുഷിക സങ്കല്പങ്ങളുടെയും ഭൗതിക സിദ്ധാന്തങ്ങളുടെയും കണക്കുകൂട്ടലുകളുടേതായ അറിവുകൾക്കപ്പുറം സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ജോയ് ചേട്ടന് ലഭിച്ച തിരിച്ചറിവുകൾ അമൂല്യങ്ങളാണ്. സ്വർഗീയ ജ്ഞാനം വെളിപ്പെടുത്തി നൽകിയ ഇത്തരം ചിന്താശകലങ്ങൾ നമ്മെയും വലിയ ബോധ്യങ്ങളിലേക്ക് വളർത്തുവാൻ പര്യാപ്തമാണ്. ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്, എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക. തമ്പുരാൻ നടത്തുന്നുണ്ട്. എപ്പോഴും ഒരു ജപമാലയിൽ ആശ്രയിക്കുക. 3, ഒരു ദിവസം ഒരധ്യായമെങ്കിലും സുവിശേഷം വായിക്കാനുള്ള ഒരു കൃപ, അതിന് തമ്പുരാൻ സമയം നഷ്ടപ്പെടുത്താതെ അത് ഇന്നോളം നടക്കുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ കരുണയിൽ ഈ 62-ാമത്തെ വയസ്സിൻ്റെ സായാഹ്നത്തിൽ നിൽക്കുമ്പോഴും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കാൻ സാധിക്കും. 1 മണിക്കൂർ പ്രാർത്ഥിക്കും. കുറേ വിശുദ്ധരോട് മധ്യസ്ഥതയുണ്ട്. അപ്പോൾ പലരും ചോദിച്ചു, ഏക സത്യദൈവമായി ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പോരെ, എന്തിനാണ് ഈ വിശുദ്ധരോടെല്ലാം പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അതിന് ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ മരിച്ച് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിനെ മാത്രമേ എനിക്കറിഞ്ഞാൽ പോരാ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അൽഫോൻസാമ പറയും, ഇതേ ജോയി വരുന്നുണ്ട് പെനുവേലാശ്രമത്തിലെ, ഇവർ ശൂന്യാളം പറയും ഇതേ വരുന്നുണ്ട്, അതുപോലെ യുവതാത്ത ദിവസം പറയും ഇതേ വരുന്നുണ്ട്, അതുപോലെ തന്നെ സെബസ്ത്യാനോസ് പറയും ഇതേ ജോയി വരുന്നുണ്ട്, തോമാസ്ലീഹ പറയും. അപ്പം മണവാള ചെറുക്കനെ മാത്രം പരിചയമുള്ള വീട്ടിൽ കല്യാണത്തിന് പോയാൽ ചെറുക്കൻ അവിടെ നിന്നുകൊണ്ട് നമ്മളെ കണ്ടെങ്കിൽ ഒന്ന് ചിരിക്കുകയുള്ളൂ, പിന്നെ മിണ്ടാനും ഉരിയാടാനും ആരുമില്ല. എന്നാൽ വിശുദ്ധരുടെ കൂട്ടായ്മയുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു വലിയ കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കാമെന്നുള്ളൊരു പ്രത്യാശ. എന്തോ എൻ്റെ ചിന്ത വികലമാണോ, എൻ്റെ ചിന്ത തമാശാണോ, നല്ലതാണോ എന്നറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു രീതിയിലാണ് പോവുക. പക്ഷേ ഒന്നുണ്ട്, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ, കുറേ കൂടെ യൗവന കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ അറിയാൻ സാധിച്ചില്ല. അന്ന് വിപ്ലവത്തിൻ്റെ ആശയം മനസ്സിലുണ്ടായിരുന്നു, നിരീശ്വരത്വത്തിൻ്റെ ആശയം മനസ്സിലുണ്ടായിരുന്നു, കത്തോലിക്കാ സഭയെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു മനോഭാവമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഇന്നും വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന പോലെ 51-ാം സങ്കീർത്തനം കഴിവുള്ളപ്പോഴൊക്കെ ചൊല്ലി പറയും, തമ്പുരാനെ ഭാവിയായി എന്നോട് പൊറുക്കണം, ദാവീദിനെ പോലെ എൻ്റെ യൗവനത്തിലെ പാവങ്ങൾ അങ്ങൊരിക്കലും ഓർക്കരുത്, അവിടുന്ന് അവ കണക്കിലിടരുത് എന്ന് പറഞ്ഞ് ഇന്നോളം നടന്നു പോവുകയാണ്. കേവലം 10-ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞിട്ടുള്ള ബേക്കറി തൊഴിൽ കൊണ്ട് ഉപജീവനമാർഗം തേടിയിരുന്ന സാധാരണക്കാരനായ ജോയ് ചേട്ടൻ തൻ്റെ അറിവിനോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് വായനയിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ആ വായന അദ്ദേഹത്തെ ഭൗതിക ജ്ഞാനം കൊണ്ട് മാത്രമാണ് നിറച്ചത്. യഥാർത്ഥ ആത്മീയതയ്ക്ക് മുന്നിൽ ഹൃദയം തുറന്നുകൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായപ്പോൾ ആ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനത്തിനത് കാരണമായി. ഇന്ദ്രിയങ്ങൾക്ക് സുഖകരമായ വർണ്ണരുചി ഭേദങ്ങൾക്ക് പിന്നാലെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന തലമുറകൾ തങ്ങളുടെ ഔപചാരികമോ അനൗപചാരികമോ ആയ വിദ്യാഭ്യാസവും ചിന്തകളുമെല്ലാം ഭൗതിക ആവശ്യങ്ങൾക്കായി അവർ മാറ്റിവെച്ചിരിക്കുന്നു.
നേടിയെന്ന് കരുതുന്നതൊന്നും നേട്ടങ്ങളല്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഏവരും മറിച്ച് ചിന്തിക്കുക. എന്നാൽ നവീകരണത്തിന്റെ സദ്ഫലങ്ങൾ ജോയ് ചേട്ടനെ സത്യത്തിന്റെ പാതയിലേക്ക് നയിച്ചു. ബൗദ്ധിക തലത്തിലും കുത്തിനിറയ്ക്കപ്പെട്ട ഭൗതികതയുടെ സങ്കീർണതകൾക്കപ്പുറം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ നിരാലംബരായ പരശതമാത്മാക്കൾക്ക് അത് രക്ഷയായി മാറി. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അതൊന്ന് മാത്രമേ പറയൂ. എവിടെ ചെന്നാലും പറയാനുള്ളത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. മുടന്തനായി ജനിച്ച് ധനമില്ലാത്തവനായി വളർന്ന് പഴമയോ പാരമ്പര്യമോ ഒന്നും എടുത്തു പറയാനില്ല. ഒന്നും വലിയ വിദ്യാഭ്യാസ യോഗ്യതയും പറയാനില്ല. ഒന്നും എടുത്തു പറയാനില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ വലിയൊരു കരുണ, ആ വലിയ കരുണയിൽ ഇന്നോളം ദൈവം നടത്തുകയാണ്. രാത്രിയിൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി എത്ര രാത്രിയായി വന്നാലും ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലെ ഹാളിനകത്ത് സെറ്റിയെ ചാരിയിരിക്കും. എന്നിട്ട് ആ TV ഓൺ ചെയ്തിട്ട് ശാലോം ഒന്ന് ഓൺ ചെയ്യും. അതിനകത്ത് പലപ്പോഴും ആരാധന, ഒരു അരമണിക്കൂർ നേരത്തെ വചനപ്രഘോഷണം, അതിനുശേഷം അവസാനം അന്ന് കുർബാന കണ്ടില്ലെങ്കിൽ ആ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി ശാലോമിലെ ആ കുർബാനയും കണ്ട് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അത്താഴവും കഴിഞ്ഞ് കിടക്കുന്ന ആ കിടപ്പിൽ ശാലോം TV എന്ന് പറയുന്നത് ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. സ്വന്തം കാഴ്ചപ്പാടുകളിലും പ്രവർത്തന ശൈലികളിലും നിലനിൽക്കുമ്പോഴും വെച്ചുക്കരോട്ടച്ഛനോടൊപ്പം മഹത്തായ ശുശ്രൂഷകളിൽ ഭാഗഭാക്കാകുന്ന ജോയ് ചേട്ടൻ തൻ്റെ ശാരീരിക വൈകല്യങ്ങൾക്കും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അതീതമായി സഭയ്ക്കു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നു. താൻ ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം താൻ അനുഭവിച്ച ക്രിസ്തു എങ്ങനെയാണ് അവരെന്നെ സ്നേഹിച്ചത്, എങ്ങനെയാണ് അവരെന്നെ സേവിച്ചത്, എങ്ങനെയാണ് അവരിനു വേണ്ടി ജീർണിച്ചത്, ഇതിപ്പോൾ ഇതാ ജോയ് ചേട്ടൻ ആ രോഗികളോട് കാണിക്കുന്ന സ്നേഹവും ആ മദ്യപാനികളോട് കാണിക്കുന്ന കരുണയും ദുർഗന്ധം വമിക്കുന്നവനോട് കാണിക്കുന്ന സഹിഷ്ണുതയും നമ്മൾ കണ്ടറിഞ്ഞു. മറ്റൊരു സന്ദേശവുമായി അടുത്തയാഴ്ചയിൽ നിത്യജീവൻ്റെ പാതയിൽ നമുക്ക് കണ്ടുമുട്ടാം. നവീകരണത്തിന്റെ ജീവിതാനുഭവങ്ങളും ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, നിത്യജീവന്റെ പാത, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4688. ഇമെയിൽ info@shalomonline.net.